നമുക്ക് 60 റുപ്യ കൊടുക്കാം. 60,000 റുപ്യക്ക് വാഗൺ 6 മോഡൽ അതെ കൊടുക്കാം. ചെറിയ വിലക്കാണ് ഇതൊക്കെ. 42 റുപ്യ കൊടുക്കാം. അത്രയുള്ളൂ. 20 റുപ്യ പേപ്പർ എടുത്ത വണ്ടി അപ്പൊ 20,000 റുപ്യ. അത് പുത്തൻ ബാറ്ററി, പുത്തൻ ബാറ്ററി 7,000-6,000 പുറത്ത് വാങ്ങിച്ച ബാറ്ററി നമുക്ക് 1,90,000 റുപ്യ കൊടുക്കാം. സിംഗിൾ സിപ്പ് 7 സീറ്റ് പുതിയ പേപ്പർ. 29 പേപ്പറിലാണ് 1,00,000 റുപ്യ. അല്ല 1,90,000 വണ്ടിക്ക് കംപ്ലൈന്റ് പറയാം, അല്ലെങ്കിൽ വണ്ടി ഫിനിഷിംഗ് ഇല്ലാതെ പറയാൻ പറയാൻ ഡിസൈർ എത്ര കൊടുക്കുന്നത്? ഇത് നമുക്ക് 1,70,000 റുപ്യ കൊടുക്കാം. വണ്ടി റീപ്ലേസിലുള്ള ഗ്യാരണ്ടി കൊടുക്കാം. വണ്ടി ഓടിക്കാനൊക്കെ ഫുൾ നീറ്റ്. ഇത് നമുക്ക് 1,15,000 കിട്ടിയാണ് കൊടുക്കാം. 2009 വണ്ടി കേട്ടോ. 9 പേപ്പറല്ലേ? ഇത് നമുക്ക് 2,05,000 റുപ്യ കിട്ടിയാൽ കൊടുക്കാം. ചോദ്യം 2,10 ഇവിടെ ചോദിക്കുന്നത്. 10 5 റുപ്യ കമ്മിയാക്കി 2,5 കൊടുക്കാം. 5 പേപ്പർ എടുത്ത വണ്ടി അവിടെ ധൈര്യത്തോടെ കൊടുക്കാം. ഇത് നമുക്ക് 2,75 കൊടുക്കാം. 2,75,000 റുപ്യ കൊടുക്കാം. ഇത് നമുക്ക് 85,000 റുപ്യ കൊടുക്കാം. സറാൻ ടൈപ്പ് വണ്ടിയാണ്, പുതിയ പേപ്പറാണ്, നല്ല കണ്ണിങ്ങളെ വണ്ടി, മൈലേജ് വണ്ടി വെക്കും, എല്ലാം കൊണ്ട് ഉസാറാ. ചോദിക്കുമ്പോ 90 ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 1,75,000 കൈ കിട്ടിയാൽ കൊടുക്കാം. 9 മോഡല് 29 ലാസ്റ്റ് വരെ പേപ്പറിലെ വണ്ടി 1,75,000 1,50,000 റുപ്യക്ക്. അപ്പൊ നമ്മളങ്ങനെ ഏകദേശം ഒരു 1-2 മാസത്തിന് ശേഷം വീണ്ടും പാണ്ടിക്കാട്ട് വെള്ളുവങ്ങാടുള്ള ദിലൂസ് മോട്ടോഴ്സിലെ വീടെത്തിയിട്ടുണ്ട്. കണ്ടമാനം വണ്ടികൾ, ഏകദേശം ഒരു 10-50ഓളം വണ്ടികളുടെ ഒക്കെ ചെറു വണ്ടികളാണ്. 2-3 ലക്ഷത്തിന്റെ ഉള്ളിലെ വണ്ടികൾ മാക്സിമം കേട്ടോ. അതേമാതിരി മാക്സിമം ലോണും കയറും. നമ്മളെ കൂടുതൽ പറയാ നാസർക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്വാതസ്യല്ലേ? അതാണ് എല്ലാം ചെറുവണ്ടികളല്ലേ? ഒക്കെ ചെറുവണ്ടികൾ. ഫുള്ള് 7 സീറ്റർ 4-5 വണ്ടികളുണ്ട്. 42 റുപ്യക്ക് ഇന്ത്യക്ക് മുതൽ സ്റ്റാർട്ടിംഗ് 1,00,000 റുപ്യക്ക് 1,10 ഉണ്ടല്ലേ? 10,000 റുപ്യക്ക് അൾട്ടോ ഉണ്ട്. പഴയ വണ്ടികൾ അതാണ് ചെറിയ കായ്ക്ക് പഴയ മോഡൽ വണ്ടി മെയിൻ ആയിട്ട് കൊടുക്കല്ലേ? മഴയും വെയിലും കൊള്ളാതെ നല്ല ചെറിയ പാർട്ടി കൊടുക്കാല്ലേ? അതൊരു 7 സീറ്റ് സൈലുകളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടികൾ അങ്ങനെ ഉണ്ടല്ലോ, അതുകൊണ്ട് കൊടുക്കാല്ലേ? ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ്. ലൊക്കേഷൻ മലപ്പുറം പാണ്ടിക്കാട്. മഞ്ചേരി 10 കിലോമീറ്റർ പാണ്ടിക്കാട് റോഡ്. പാണ്ടിക്കാട് നിന്നാണെങ്കിൽ 3 കിലോമീറ്റർ വെള്ളുവങ്ങാട്. മഞ്ചേരി റോഡിലാണ്. അതെ, മഞ്ചേരി റോഡ് വെള്ളുവങ്ങാട്. ഗൂഗിളിൽ നമ്മുടെ ലൊക്കേഷനിൽ വരും, കാറ്റലോഗിൽ വരും. കാറ്റലോഗ് ഉണ്ട്. നമ്പറിലേക്ക് മെസ്സേജ് അയച്ച കാറ്റലോഗ് വരെ ഓപ്പൺ ആക്കിയാലേ നമ്മൾ ഡീറ്റെയിൽസ് കാലം വണ്ടികളിൽ നിലവിൽ സ്റ്റോക്ക് അതിൽ കാണിക്കാം. എല്ലാം കാണും. വിറ്റത് ഒഴിവാക്കും ചോദിച്ചു. അതിന്റെ വണ്ടികൾ ഇവിടെ ഉണ്ടാവും. പിന്നെ കാറ്റലോഗിൽ കാണാത്ത വണ്ടി വന്ന് വീഡിയോ കണ്ട വണ്ടി വിറ്റ വണ്ടികളൊക്കെ കാറ്റലോഗ് ഒഴിവാക്കാം. അങ്ങനെ ഇതൊക്കെ ലോൺ കയറൂലേ? ലോൺ 10 മേഖല ചെയ്ത് കൊടുക്കാൻ. പിന്നെ 85 റുപ്യ വണ്ടി ഉണ്ട്, 90 റുപ്യ അൾട്ടോ കുറെ ഉണ്ട്. വീഡിയോ കൊള്ളാത്ത വണ്ടികൾ കുറെ ഉണ്ട്. ഏത് വണ്ടിക്ക് വിളിച്ചാലും കിട്ടും. ഇയോണുകളുണ്ട്. ചെറുമോഡൽ വണ്ടിക്ക് അതിന് വിളിച്ചാൽ നമുക്ക് സെറ്റായി കൊടുക്കാം. അതെ, നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനലിൽ കാണുന്ന മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പൊ ഫസ്റ്റ് വണ്ടി അല്ല അടിപൊളി സൈലാണ്. 7 സീറ്റ് വണ്ടി എക്സ്യൂവൻ കൊടുക്കല്ലേ? നമ്മളെ കൂടുതൽ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ലേ? കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും നമ്മളെത്തില്ലേ? അതാണ് ആദ്യത്തെ സൈലായിക്കോട്ടല്ലേ? മോഡലുണ്ട്. ഇത് 2009 പുതിയ പേപ്പർ. 9 മോഡല് 29 പേപ്പർ തന്നെ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പില് ഇപ്പോഴും നിങ്ങൾ ആർക്കും അറിയില്ല. 2 ദിവസം അമ്പലത്തിൽ വന്നിട്ട് ഇതുവരെ സിംഗിൾ മാറിയിട്ടില്ല. ഫുൾ നീറ്റ് വണ്ടി, ടയർ പുതിയ, 4 കടുപ്പുത്ത സ്റ്റെപ്പിനുണ്ട്, കാരിയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഒന്നും പറയാനില്ല. ഫുൾ ഓപ്ഷൻ ആണ്. കാരിയർ ഉണ്ട്, ടയർ ഉണ്ട്, സ്റ്റെപ്പ് ഉണ്ട്, എല്ലാം ഫുള്ള്. ഒന്നും നോക്കാം. പേപ്പറും ഫുള്ള്. ഓട്ടം ചോദിക്കണല്ലോ. ഓട്ടം ഒന്നിന്റെ മുകളിൽ റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസും ഇല്ല. ഗ്യാരണ്ടി കൊടുക്കാം. എത്ര കൊടുക്കുക വേണ്ടി? ഇത് നമുക്ക് 1,90,000 റുപ്യ കൊടുക്കാം. സിംഗിൾ സിപ്പ് 7 സീറ്റ് പുതിയ പേപ്പർ. 29 പേപ്പറിലാണ് 1,00,000 റുപ്യ. അല്ല 1,90,000 വണ്ടിക്ക് കംപ്ലൈന്റ് പറയാം, അല്ലെങ്കിൽ വണ്ടി ഫിനിഷിംഗ് ഇല്ലാതെ പറയാൻ പറഞ്ഞു കേൾക്കും. അതാ ഗ്യാരണ്ടി അല്ലേ? ഹെഡ്ലൈറ്റ് വരെ കണ്ടത് ഫുൾ നീറ്റ്. മലപ്പുറം കേൾപ്പത്തില് മലപ്പുറം വണ്ടിയാണല്ലേ? നല്ല വണ്ടി കൊടുക്കാം. എല്ലാം കൊണ്ട് സാറല്ലേ? എല്ലാം കൂടെ സാർ. ഇതിപ്പോ ലോണ് കയറുമോ? ലോൺ സർട്ടിഫിക്കറ്റ്സ് കയറുള്ളൂ. ബാങ്ക് എന്തായാലും 10-15 മൈലേജ് ഉണ്ടോ? എന്തായാലും കിട്ടും. 14-15 ഗ്യാരണ്ടി ഉപ്പ് പറയുന്നത് തന്നു പാർട്ടി നോട്ടിട്ടോ വേറെ വെച്ചിട്ടുണ്ടോ? സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട് പറയുന്നത് അത്രയും. അതാ ഗ്യാരണ്ടി.
അടുത്ത വണ്ടി അല്ല അടിപൊളി ഇന്നോവ വീണ്ടും പോലെ 7 സീറ്റ് എങ്ങനെ മോഡലുണ്ട് ഇത് 2005 മോഡൽ വി ഓപ്ഷൻ പേര് ടൈപ്പ് 4 ആക്കിയ വണ്ടി 5 മോഡല് ഫുൾ ഓപ്ഷൻ ആണ് അലവിലൊക്കെ മാറ്റി വണ്ടി കണ്ട 5 പറയില്ല അടിച്ചപോലെ ഉണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ എല്ലാം എല്ലാം കൊണ്ട് ഉഷാറല്ല സ്ക്രീന് കാര്യങ്ങൾ അത് എല്ലാം ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ഉണ്ട് എടുക്കുന്നവർ പണിയില്ല ഒന്നുമില്ല അല്ല ഫുൾ പേപ്പറിലാണോ എത്ര 2030 ഫുൾ പേപ്പർ പേപ്പർ ഉണ്ട് അപ്പൊ അതിനേശം നോക്കിയാൽ പേപ്പറില് ഓണർഷിപ്പ് എത്രയായിരുന്നു ഓണർഷിപ്പ് 4-5 ആയിട്ടുണ്ട് ആ ലെവലുണ്ടാവും ഓണർഷിപ്പിന് കിലോമീറ്റർ ചോദിക്കണ്ടല്ലോ കിലോമീറ്റർ 2% ഓടി ഉണ്ടാവുമല്ലോ ഫുള്ള് ടൈപ്പ് 4 ആക്കിയ വണ്ടിയാണ് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങൾ 7 സീറ്റ് എല്ലാം വർക്കിംഗ് ആണ് എത്ര കൊടുക്കുന്നല്ലേ ഇത് നമുക്ക് 2.55 കൊടുക്കാം ഫുൾ പേപ്പറിലാട്ടോ ടൈപ്പ് 4 ആക്കിയ വണ്ടിയാണ് 2,57,000 ഇന്നോവ കൊടുക്കാം നമുക്ക് 7 സീറ്റ് അലവിയിലുണ്ട് അലവിലും ടയറും കാര്യം എല്ലാം കൊണ്ട് എണ്ണ മാത്രം മതി വേറെ പണിയെടുക്കേണ്ടതൊന്നുമില്ല 2,50,000 വണ്ടി കൊടുക്കാം ഇത് എത്ര മൈലേജ് കിട്ടും 10-11 അത്ര മൈലേജ് കിട്ടുള്ളൂ 10-12 ആൾക്കാരെ ഡെലിവറി കൊടുക്കുന്നുണ്ടോ നോക്കാം നമുക്ക് നല്ല കസ്റ്റമർ ഡെലിവറി കൊടുക്കാം ഡീറ്റെയിൽസ് ഫുൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഡെലിവറി കൊടുക്കാം അടുത്ത വണ്ടി വീണ്ടും ഒരു എർട്ടിക അല്ലേ 7 സീറ്റ് വണ്ടി 7 സീറ്റ് എർട്ടിക എല്ലാം 7 സീറ്റ് ആണല്ലേ ഒരു 5-6 7 സീറ്റ് ഫസ്റ്റ് കൊടുക്കാം നമുക്ക് എങ്ങനെ മോഡലുണ്ട് ഇത് നമുക്ക് 2012 മോഡൽ 13 റൈസർ 28 വരെ പേപ്പർ വരും വീഡിയോ ആണ് ഡീസൽ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളെല്ലാം ഗ്യാരണ്ടി കൊടുക്കാം ഇല്ലാന്ന് ഗ്യാരണ്ടി കൊടുക്കും നല്ല നല്ല വൃത്തി കാര്യങ്ങൾ അതുണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ എല്ലാ കണ്ടീഷൻ ഒക്കെ കമ്പനി അതേ സാധനങ്ങൾ ഗ്ലാസും കാര്യം ഒന്നും മാറിയിട്ടില്ല ഡീസൽ അത്യാവശ്യം മൈലേജിലെ വണ്ടിയാണ് 7 സീറ്റിൽ ഏറ്റവും മൈലേജ് വണ്ടിയാണോ ടയർ കാര്യങ്ങൾ അതുണ്ട് എല്ലാം ടയറും കാര്യമൊക്കെ പുതിയ എല്ലാം കൊണ്ട് സാറ് എല്ലാം കൊണ്ട് സാർ എത്ര ഓടിക്കണത് ഇത് കിലോമീറ്റർ കാണിക്കും 1.6 കറക്റ്റ് നമുക്ക് പറയാൻ കഴിയും മീറ്റർ മീറ്റർ കാറിന് പറയാൻ കഴിയുള്ളൂ സാറി കമ്പനി നമുക്ക് ഇത്തരവില്ല അപ്പൊ അതിന് വിലക്ക് കൊടുക്കുമ്പോൾ റീപ്ലേസ് ഇല്ലാതെ ഗ്യാരണ്ടി സെക്കൻഡ് എത്ര കൊടുക്കുന്നാല് ഇത് നമുക്ക് 3.55 കൊടുക്കാം എന്തെങ്കിലും ചെറിയ നീക്കുപോക്ക് കുറച്ച് കൊടുക്കാം വണ്ടി 7 സീറ്റ് മൈലേജും കാര്യമൊക്കെ നല്ല വൃത്തിയുണ്ട് പോളിഷ്മാർ വണ്ടിയാ പോളിഷ്മാർ ചെയ്താണ്ടല്ലോ ഒറിജിനാലിറ്റി പോയിട്ടില്ല ഒന്നും അതാണ് ഇതിപ്പോ ലോൺ കയറുന്നാല് ആദ്യം നമുക്ക് അടുത്ത മലപ്പുറം ലോൺ വാങ്ങി കൊടുക്കാം മാക്സിമം മലപ്പുറം ജില്ലക്കാർക്ക് നമുക്ക് വേഗം ചെയ്ത് കൊടുക്കാം ഡീസൽ മൈലേജ് കിട്ടും ഇത് 20 കിട്ടും 18-20 എന്തായാലും മൈലേജ് എന്തായാലും ABS ബ്രേക്ക് കിട്ടുന്ന വണ്ടിയാണ് എല്ലാം കൊണ്ട് എല്ലാം കൂടെ വണ്ടി ഫുൾ നീറ്റാ വണ്ടി മാറ്റാത്തത് കമ്മിയായില്ല അടുത്ത വണ്ടി വീണ്ടും ഒരു ഇന്നോവ ബ്ലാക്ക് എഡിഷൻ വണ്ടി ഫുൾ ബ്ലാക്കില് അലവിലൊക്കെ ചെയ്ത വണ്ടി 2006 മോഡല് 6 മോഡലാണ് ഒറിജിനാലിറ്റി പോകാത്ത വണ്ടിയാണ് എപ്പോഴും 6 മോഡല് ഫുൾ പേപ്പർ ക്ലിയർ 27 വരെ ഫുൾ പേപ്പർ 7 സീറ്റ് വണ്ടിയാണ് കമ്പനി സീറ്റ് അവരെ കാര്യങ്ങളെല്ലാം വരുന്നത് കമ്പനി സീറ്റ് കാര്യങ്ങളുണ്ട് റീപ്ലേസിലുള്ള ഗ്യാരണ്ടി അത്ര ഗ്യാരണ്ടി ആണല്ലേ 8 ഒപ്പിട്ട് കൊടുക്കും G4 വണ്ടി G4 ആണല്ലേ 6 മോഡൽ 27 വരെ എല്ലാ ടയർ അലവിയില് കാര്യങ്ങളൊക്കെ എല്ലാം പാപ്പുള്ള ചെറുമോട്ടർ കേസ് നല്ല വണ്ടിയാ രണ്ടിനടുത്ത് കയറ്റുണ്ടാവും 2-2.5 കയറ്റുണ്ടാവും മാക്സിമം ഇന്നോന്റെ കണ്ടീഷൻ നോക്കണ്ട ടയോട്ട വണ്ടികളൊക്കെ 2.5 വർഷം ഓടാത്ത വണ്ടികൾ ഉണ്ടാവില്ല 10 ലക്ഷം കുലുക്കം കുളിക്കാതെ ഓടുന്ന അതെ അതാണ് എന്റെ കണ്ടീഷൻ ഓണർഷിപ്പ് എത്രയാണ് ഓണർഷിപ്പ് 3-4 കയറ്റുണ്ട് റീപ്ലേസ് ഇല്ലാതെ ഗ്യാരണ്ടി എത്ര കൊടുക്കുന്നല്ലേ ഇത് നമുക്ക് 2.75 കൊടുക്കാം 2,75,000 ഈ വണ്ടി കൊടുക്കാം ഇതൊക്കെ ഡെലിവറി നമുക്ക് ചെയ്യാം കുഴപ്പമില്ല നല്ല പാർട്ടിയിലൊക്കെ ചെയ്യാൻ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇന്നോനെ പറ്റി അതിന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുമല്ലോ ലോണും കാര്യമൊന്നുമില്ല സേർട്ട് ഫിനാൻസ് കിട്ടുള്ളൂ കിട്ടുള്ളൂ അടുത്ത വണ്ടി അടിപൊളി താറാണ് അടിപൊളി താറല്ലേ ഇത് താറല്ല 96 മോഡൽ DI ജീപ്പാണ് സാധാ ജീപ്പാണത് സാധാ ജീപ്പ് ചെയ്താണതൊക്കെ ജീപ്പ് നേരെ താറാക്കിയാണല്ലേ നമ്പർ ബോർഡ് ഇഞ്ചിനും മാത്രമേ ഒറിജിനൽ ഉണ്ടാവുള്ളൂ ബാക്കി മൊത്തം പുതിയ പാർട്സുകള് ഫുൾ ബൊലോറയാണ് ഫ്രണ്ടേജ് മൊത്തം താറ് ബമ്പറ് അലവിയില് ടയറൊക്കെ താറ് മൊത്തം ബോഡിമ പണിയെടുത്ത് ഗ്ലാസ് ഫ്രെയിമൊക്കെ മോഡലാക്കിയിട്ടുള്ളത് താറുമായി ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ താറന്നെ ഇതിപ്പോ 4 ലക്ഷത്തിന് മേലെ ഇറക്കിയ വണ്ടിയാണ് 4 ലക്ഷത്തിന് അതെ നമ്മളെ ബന്ധുക്കാർ പണി തന്നെയാണ് നമ്മളെ ബാക്കിലെ പണി തന്നെ 4 ലക്ഷത്തിന് മേലെ ഇറക്കിയ വില്ലടുണ്ട് എല്ലാം ഒറിജിനാലിറ്റി ഒരു പാർട്സ് പഴയതേം ഉണ്ടാവില്ല എല്ലാം പവർ സ്റ്റാരിങ് സീറ്റൊക്കെ ഫോർവേഡ് ആക്കിയിരുന്നു
എത്ര പേപ്പർ ഉണ്ട്? ഇത് പുതിയ റിനീവൽ എടുത്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഇൻഷുറൻസ് പുതിയ ടാക്സ് അടച്ചിട്ട് പുതിയ റിനീവൽ എടുത്തിട്ട് നമ്മൾ കൊടുക്കാം. പേപ്പർ എടുത്തിട്ടേ കൊടുക്കുള്ളൂ. പുതിയ പേപ്പർ 2030 ഫുൾ പുതിയ പേപ്പറിലാണ് കൊടുക്കാം. ഇത് കൊടുക്കുള്ളൂ. ഓടിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതൊന്നും ഓടി പറയുന്നത് അതൊക്കെ ഫുൾ പാർട്ടിസിപ്പൻ അല്ല. പുതിയ പുതിയ ഫോർമാറ്റിന് പറയാം. എത്ര കൊടുക്കുന്നല്ലേ? ഇത് നമുക്ക് 3.35 കൊടുക്കാം. 3,35,000 വണ്ടി വന്ന് നോക്കിയിട്ട് പറയാം. ജീപ്പ് പറഞ്ഞു തരാൻ പറ്റൂല. എടുക്കുന്നവർ പണി ഒന്ന് ടച്ച് ചെയ്യാണ്ടാവല്ലോ. ജീപ്പ് പണിച്ചെങ്കിൽ വന്നു കഴിഞ്ഞാല് കണ്ടുപോകാം. കൊണ്ടുപോലെ. അതെ അതെ. താറ് മോളായി കൊണ്ടുപോകാം. ഫുള്ള് 3,75,000 രൂപയ്ക്ക് 3,35,000 കിട്ടി നമുക്ക് കൊടുക്കാം. പുതിയ പേപ്പറിൽ റെഡി ആയിക്ക് വണ്ടി ഇറക്കാം. റെഡി ആയി. ഇതൊക്കെ ഡെലിവറി കൊടുക്കാമല്ലോ. അതൊക്കെ നമ്മൾ ഇഞ്ചിനാ വരണ്ടേ? DI സാധാ DI ഇഞ്ചിൻ തന്നെയില്ല. ഒരു 10-12 ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ പ്രൊജക്ട് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. എല്ലാം ചെയ്തു. എല്ലാ ഫുള്ള് പുതിയ പേപ്പറിൽ നമ്മൾ കൊടുക്കും. വണ്ടി 30 പേപ്പറിന്റെ കൊടുക്കാമല്ലോ. 30 പേപ്പറിൽ. ഇതിപ്പോ ഡീസൽ മാത്രം മൈലേജ് 13, 14, 15 വരെ കിട്ടുന്നുണ്ട്. 15 മൈലേജ് കിട്ടും. അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് വേഗണർ അല്ലേ? ഇത് 2006 മോഡൽ LXi വണ്ടി. 6 മോഡലാണ്. LXi ആണല്ലേ? 26 പേപ്പർ ഉണ്ടാവും. എല്ലാവരും ക്ലിയർ ആണ്. അതെ. സീറ്റ് കാര്യങ്ങൾ എല്ലാം ഗ്ലാസും കാര്യമൊന്നും മാറിയിട്ടില്ല. മേജറായിട്ട് കുഴപ്പമൊന്നും കാണുന്നില്ല. ഒരു പരിപാടി നല്ല സ്മൂത്ത് ആണ്. ചെറിയ കായിന്റെ വണ്ടിയാണ്. ചെറിയ പാർട്ടിക്കാര് ഫാമിലി ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി. ഓട്ടൊക്കെ ഒന്നിന്റെ അടുത്തുണ്ടാവും. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് 3rd നിലവിലുള്ളേ. റീപ്ലേസ് ഉണ്ടോ? ഇല്ല. മേജർ ഗ്ലാസും മാറിയിട്ടില്ല. സനമോള് നമ്മളെ എത്ര കൊടുക്കുക വണ്ടി? ഇത് നമുക്ക് 60 രൂപ കൊടുക്കാം. 60,000 രൂപയ്ക്ക് വേഗം 6 മോഡൽ അതേ കൊടുക്കാം. ചെറിയ വിലക്കാണ് ഇതൊക്കെ. ചെറിയ കൊടുക്കല്ലേ? നമുക്ക് 1000 കിട്ടിയാൽ കൊടുക്കല്ലേ. ചെറിയ പാർട്ടികൾ വണ്ടി ഉപയോഗിക്കട്ടെ. ഇത് എത്ര മൈലേജ് ഇതൊക്കെ? 16, 17 അടുത്ത് മൈലേജ്. 2010 വേഗം 5,000, 6,000 സെയിം ഇഞ്ചിനാ വരിക. 15, 16, 17 മൈലേജ് കിട്ടുമല്ലേ? അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ ബീറ്റ് കേട്ടോ. ഇതും ചെറിയ കൈ കൊടുക്കൂലേ? ഇതൊക്കെ ചെറിയ കൊടുക്കേ. 2012 മോഡൽ ബീറ്റ് ഡീസലാണ്. AC പവർ സ്റ്റാറിംഗ് 4 ഡോർ പവർ ഉണ്ടോ? 4 ഡോർ വിൻഡ്. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സെറ്റും കാര്യവും TV ഒക്കെ വണ്ടിയാ. ഒക്കെ ഉണ്ടല്ലേ? ഈ കവർ ചേർത്ത കവർ കൂടെ പഠിച്ചില്ലേ? നല്ല കണ്ടീഷൻ വണ്ടിയാ. ഡീസലാണ്. അത്യാവശ്യം 20 22 മൈലേജ് ഉണ്ടോ? അത്യാവശ്യം ടയറും കാര്യം എല്ലാ ഭാഗവും ഉണ്ട്. എല്ലാം റീപ്ലേസ് ഒന്നുമില്ല. സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ്. എല്ലാം കൊണ്ട് സാറ്. ഡീസൽ വണ്ടി 12 മോഡൽ ബീറ്റ്. ഓടിക്കണ എത്ര? ഓടി 1,04,000 കറക്റ്റാ. ഓണർഷിപ്പ് 3rd ആണ്. റീപ്ലേസ് ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടി. എത്ര കൊടുക്കുന്നത്? ഇത് നമുക്ക് 85 രൂപ കൊടുക്കാം. 12 മോഡലാണ്. പ്രത്യേകം നോക്കാൻ. അതാണ് 12 മോഡൽ ഡീസൽ വണ്ടിയാണ്. 85,000 രൂപ കൊണ്ടു തരും. ചെറിയ പാർട്ടിക്ക് ഉസാറ് കൊണ്ടുവരാം. AC നല്ല കൂടുതൽ AC കാര്യങ്ങളൊക്കെ അല്ലേ? എല്ലാം വർക്ക് സെൻട്രൽ ലോക്ക് എല്ലാം ഉണ്ട്. ചെറിയ പാർട്ടിക്ക് നല്ല വണ്ടി കൊണ്ടുവരാം. ഡെലിവറി എടുക്കുന്നത് അത് കൊടുക്കാം. നമുക്ക് എവിടെ കൊടുക്കാം. എണ്ണക്കായിട്ടൊന്നും ആർക്കും വണ്ടി കൊടുക്കാം. എണ്ണക്കായി വണ്ടി കൊടുക്കും. തിരുവനന്തപുരം എത്തിച്ചു കൊടുക്കും. അതിന് വണ്ടി കണ്ടീഷൻ നമുക്കറിയാലോ. പറയാലല്ലേ? അടുത്ത വണ്ടി റെഡ് കളർ ആൾട്ടോ. 2006 മോഡൽ LXi സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ 6 മോഡൽ LXi ആണ്. സിംഗിൾ ഓണർഷിപ്പ് അറിയില്ല. നമ്മളെ പേരും മാറിയിട്ടില്ല. ഒറിജിനൽ പെരിന്തൽമണ്ണ 53 1507 നല്ല വൃത്തിയാണ്. സീറ്റൊക്കെ അടിപൊളി സീറ്റാണല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടി. 2006 മോഡൽക്ക് നല്ല വണ്ടി. എടുക്കാൻ ഒരു പണിയില്ല. പേപ്പർ എത്ര? 26 10 മാസം വരെ പേപ്പർ ഉണ്ട്. ടയർ കാര്യങ്ങൾ അടിപൊളി സീറ്റാറും ഉണ്ട്. എത്ര കൊടുക്കത്തെ? ഇത് നമുക്ക് 75 രൂപ കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കൊടുക്കാം. 75,000 എവിടുന്ന ഈ അൾട്ട് കിട്ടല്ലേ? 2026 10 മാസം വരെ ഫുൾ പേപ്പറും എല്ലാം കൊടുക്കും. എല്ലാം ക്ലിയർ ലൈറ്റും കാര്യം ഒക്കെ എല്ലാ ഫിനിഷിംഗ് വണ്ടി. നല്ല കളറും അടിപൊളി കളറല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എടുക്കാൻ ഒന്നാമത് 75,000 രൂപ വണ്ടിയില്ല. റെഡി ആയി വണ്ടി ഇറക്കാം. നല്ല വണ്ടി. ചെറിയ കായിന്റെ വണ്ടി. എത്ര മൈലേജ്? ഇതൊക്കെ 18, 19, 17 മാറ്റം ഉണ്ടാവില്ല. അടുത്ത വണ്ടി ചെറിയ മുടക്കില് സ്വിഫ്റ്റ് അല്ലേ? 2009 മോഡൽ VDI. 9 മോഡൽ ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ VDI 4 ഡോർ പവർ വിൻഡോ വരുന്ന VDI ഓപ്ഷൻ പിന്നെ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ 1,35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പർ 3ാമത്തെ ഓണർഷിപ്പ്. 30 പേപ്പർ ഉണ്ട്. 29 10 മാസം വരെ ഫുൾ പേപ്പർ. എല്ലാവരും ക്ലിയർ. 2 മാസത്തിന് കമ്മിയാണ്. അതെ. ഫുൾ ഒരു ഗ്ലാസോ കാര്യം ഒന്നും മാറിയിട്ട് എല്ലാ സീറ്റും കാര്യമൊക്കെ എല്ലാ ടയറും കാര്യം ഫുൾ നീറ്റ് വണ്ടി. സ്വിഫ്റ്റ് ഉപയോഗമൊക്കെ നല്ല ഉസാരി. ചെറിയ കായ്ക്കാൻ കൊടുക്കും. എണ്ണക്കായി എന്തായാലും ഉണ്ട്. 10 മോഡൽ എടുത്ത് കഴിഞ്ഞാൽ കൊല്ലം പേപ്പർ ആയില്ലേ? 9 പുതിയ പേപ്പർ എടുത്ത വണ്ടി. എല്ലാവരും ക്ലിയർ മേജർ ഒന്നുമില്ല. അപ്പുറം വർക്ക് എടുത്തിട്ടില്ല. മെയിൻ ഗ്ലാസും മാറിയിട്ടില്ല. ഗ്യാരണ്ടി. അത് പറയാം. പുതിയ ഇൻഷുറൻസും. എത്ര കൊടുക്കും? ചോദിക്കുമ്പോ 1 ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 1,75,000 കൈ കിട്ടിയാൽ കൊടുക്കാം.
9 മോളിലെ 29 ലാസ്റ്റ് വരെ പേപ്പറിൽ വണ്ടി 1,75,000 1,25,000 രൂപയ്ക്ക് ഇനി പറയില്ലല്ലോ, അത് പറയാൻ പറ്റില്ല. റെഡി പൈസ വണ്ടിയാണ് പാകത്തിന് സീറ്റ് കാലം എല്ലാം ഉഷാറാണല്ലേ. 1,25,000 രൂപ വണ്ടി കൊടുക്കുക, 20 കിലോമീറ്റർ മൈലേജും കിട്ടും, ആൾക്കാരെല്ലാം ഡെലിവറിയും കൊടുക്കും. അടുത്ത വണ്ടി ടാറ്റന്റെ ഒരു സെഡാൻ വണ്ടിയില്ലേ, ഇൻഡിക്കോ ആണല്ലേ, ഇൻഡിക്കോ CS അതായത് ഡിക്കി ഓപ്പൺ ഡിക്ക് ചെറിയ ഡിക്ക് വണ്ടി ഫുൾ നീറ്റ് വണ്ടി കേട്ടോ, ഫുൾ നീറ്റ് ആണ്, ഒരു പണി എടുക്കണ്ട, ഒന്നുമില്ല. കമ്പനി വന്ന കളർ ഇപ്പോഴും അതേ ഒരു റീപ്ലേസും ഇല്ല, ഒന്നുമില്ല. പുത്തൻ പേപ്പർ, 5 വർഷം പേപ്പർ എടുത്ത. എത്ര മോള്? ഇത് 2009 ലാസ്റ്റ് വണ്ടി. 9 ലാസ്റ്റ് ആണ്. ഒന്നുമില്ല, ഗ്ലാസ് എഴുതിക്കോ 9. നല്ല വണ്ടി, നല്ല വണ്ടി, നല്ല വണ്ടി. ഇതൊക്കെ വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ട് ഓക്കെ വണ്ടി, അങ്ങനത്തെ കണ്ടീഷൻ വണ്ടിയാ. അതാ ഗ്യാരണ്ടി ആണല്ലേ, നല്ല അടിപൊളി സീറ്റ്. ഇന്ത്യക്ക് തള്ളാൻ പറ്റില്ല. ഇന്ത്യക്ക് പുതിയ മോഡലാണ് CS ടർബോ വരുന്ന വണ്ടി. 4 ടയറും പുതിയത്, നല്ല സീറ്റ് കവർ, കാര്യങ്ങൾ സെറ്റ്, കാര്യം എല്ലാം ഉണ്ടല്ലോ. അതെ, എല്ലാം വർക്ക്, സെൻട്രൽ ലോക്ക് ഒക്കെ വർക്ക്, എല്ലാം വർക്ക്. എത്ര ഓടിയോ? ഓട്ടോ ഉള്ളിൽ തന്നെ ഉള്ളൂ. ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള കറക്റ്റ് ഞാൻ വിളിച്ച് പറഞ്ഞു കൊടുക്കാം. 30 പേപ്പർ വണ്ടി ഒന്നും നോക്കണ്ട, ചെറിയ വണ്ടിന്റെ കമ്പക്കാർക്കാണെങ്കിൽ ഒന്നും നോക്കണ്ട, അതെ അതന്നെ ഉള്ളൂ. 5 പേപ്പർ കൊടുത്തില്ലേ, അതെ. എത്ര ഇത് നമുക്ക് 85,000 രൂപ കൊടുക്കാം. സെഡാൻ ടൈപ്പ് വണ്ടിയാണ്, പുതിയ പേപ്പറാണ്, നല്ല കണ്ണിങ്ങളെ വണ്ടി, മൈലേജ് വണ്ടി വെക്കും, എല്ലാം കൊണ്ട് ഉസാറാ. വണ്ടി ഓടിക്കാൻ സ്മൂത്ത്. ഡീസൽ മൈലേജ് കിട്ടും, 20 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും, എന്തായാലും കിട്ടും. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി വേണ്ടാന്ന് മടങ്ങൂല, ആ ഗ്യാരണ്ടി. ഇതുമാണെങ്കിൽ നമുക്ക് ആൾക്കാരുടെ ഡെലിവറി അത് കൊടുക്കാം, വണ്ടി കണ്ടീഷൻ അല്ലാത്ത നല്ല വണ്ടിയില്. അതെ അതെ. അടുത്ത വണ്ടി ഒരു കോഫി കളർ റിഡ്സിലെ ഇത് 2010 മോഡൽ VDI 10 VDI ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി നല്ല മൈലേജ് വണ്ടി അല്ലേ? 20 കിലോമീറ്റർ എന്തായാലും കിട്ടും. മൈലേജ് കിട്ടും. 30 പേപ്പർ ഉണ്ടോ? 30 വരെ പേപ്പർ, എല്ലാ 10 ദിവസമായിട്ട് റിന്യൂവൽ ചെയ്തിട്ട്. മൂന്നാമത്തെ ഓണർഷിപ്പ്, 1,35,000 കിലോമീറ്റർ, മേജറായിട്ടുള്ള ഫുൾ സർവീസും കഴിഞ്ഞ്, ടൈം ചെയിന് കാര്യങ്ങൾ, ഓയിൽ ചേഞ്ച് ഫുൾ കഴിഞ്ഞ വണ്ടി. ഒന്നും നോക്കണ്ടല്ലോ, നമ്മുടെ നാട്ടിലുള്ളൊരു വണ്ടി തന്നെയാണ്. അതാണ് മേജർ സർവീസ് ഒന്നുമില്ല, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഫാമിലിക്ക് എല്ലാ സീറ്റ് കവറും കാര്യം, 5 പേപ്പർ, പുതിയ ഇൻഷുറൻസ് എല്ലാം. ഒന്നും നോക്കണ്ട, എടുക്കുന്നൊക്കെ ഞാൻ നോക്കാന്നില്ല. അതെ, പഠിച്ചാൽ ഓടിയാൽ മതി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2,05,000 രൂപ കിട്ടിയാൽ കൊടുക്കാം. ചോദ്യം 2,10 ഇവിടെ ചോദിക്കുന്നത്. 10 5 രൂപ കമ്മിയാക്കി 2,5 കൊടുക്കാം. 5 പേപ്പർ എടുത്ത വണ്ടി അവിടെ ധൈര്യത്തോടെ കൊടുക്കാല്ലേ? 10 മോളില് 30 പേപ്പർ എടുത്തു കഴിഞ്ഞാല് ടൈം ചെയിന് മാറാണ്ട് വെച്ചു, അതൊന്നുമില്ല, ഒക്കെ മാറി, എല്ലാം ഫിനിഷിംഗ് ആയതാണ്. ആകെ ധൈര്യത്തോടെ കൊണ്ടുപോകാം. എല്ലാം സെറ്റും കാര്യം ഒക്കെ 2,05,000 ലോൺ നമുക്ക് നോക്കാം. അടുത്ത കളി നോക്കാം നമുക്ക്. 10 കയറും കയറ്റ പ്രശ്നമൊന്നുമില്ല. പ്രൊഫൈല് നോക്കിയിട്ട് പ്രൊഫൈല് ക്ലിയർ ആണ്, നമുക്ക് മൈലേജും കിട്ടും. കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം വിളിച്ചാലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ചുറ്റുപാടിലൊക്കെ നമുക്ക് ചെയ്യാം. അടുത്ത വണ്ടിയല്ല, അടിപൊളി വേഗണറാണ്, ഒരു ഇളം ബ്ലൂ കളർ. ഇത് പുതിയ മോഡൽ പെയിന്റ്, ന്യൂ ഷേപ്പ് അടിച്ച ന്യൂ ഷേപ്പ് അടിച്ചാ ഒരു കളറേ റിന്യൂവൽ ആയപ്പോ പുതിയ കളർ എടുത്താ, പുതിയ റിന്യൂവൽ എടുത്ത വണ്ടിയാ. എങ്ങനെ മോഡൽ? ഇത് 2009 മോഡല്, 2029 ലാസ്റ്റ് വരെ പേപ്പർ, 29 പേപ്പറിലെ വണ്ടി. 2009 ലാസ്റ്റ് വണ്ടി വാഗണർ ടൈപ്പ് 2 മോഡൽ അല്ലേ? AC പവർ സ്റ്റാരിങ്, അത് വർക്കിംഗും ആണ്, 5 പേപ്പറും ഉണ്ട്, നല്ല ഫിനിഷിംഗ് വണ്ടി, തട്ടുമുട്ടിയില്ല. പെയിന്റ് പുതിയ മോഡൽ പെയിന്റ് അടിച്ചാണ്, ചെക്കന്മാർ പുതിയ പെയിന്റ് അടിച്ചാണ്. എത്ര ഓടിക്കണ? ഓട്ടോ 1 മോഡൽ 1,10 1,20 എല്ലാം വാങ്ങണം. വണ്ടി ഫുൾ നീറ്റ്, തുരുമ്പില്ലാതെ ഗ്യാരണ്ടി, തുരുമ്പില്ലാതെ ഗ്യാരണ്ടി. ആട്ടിക്കുമ്പോൾ നോക്കിയാ അത് ക്ലിയർ. 5 പേപ്പറും ഉണ്ട്. ചെറിയ പാർട്ടിക്ക് നല്ല ഉസാരം കൊണ്ടിറക്കാൻ പറ്റും. 17 തൊട്ട് മൈലേജും 16-17 മൈലേജ് കിട്ടും. എത്ര കൊടുക്കുന്നത്? ഇത് നമുക്ക് 1,15,000 കിട്ടിയാൽ കൊടുക്കാം. 2009 വണ്ടി കേട്ടോ. 9 നമുക്ക് ഒരു മാസം കമ്മി ഉണ്ടാവും. 15,000 കിട്ടിയാൽ കൊടുക്കാം. വണ്ടി കൊടുക്കാം. 1,4 കഴിഞ്ഞ വീട്ടിൽ 2010 പേപ്പർ എടുക്കാനായത് വണ്ടി 1,4 കൊടുത്തത്. 1,15 കൊടുക്കാം. മെക്കാനിക്കൽ ഫുൾ കണ്ടീഷൻ ഗ്യാരണ്ടി ആണല്ലേ? ടയർ കാര്യങ്ങളൊക്കെ കാണാത്ത എടുക്കുക. ചെറിയ കാര്യം വണ്ടി നമുക്ക് കാണാത്ത എടുക്കാം. അത്ര കണ്ടീഷൻ ദയത്തോടെ കൊടുക്കാം. മാറ്റിന് വണ്ടി ദയത്തോടെ കൊടുക്കാം. അതെ, തുരുമ്പില്ലാതെ പറഞ്ഞ ഗ്യാരണ്ടി കൊടുക്കാം. അത് ഗ്യാരണ്ടി ആണല്ലേ? അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? ഇത് 2008 മോഡൽ LDI
AC പവർ സ്റ്റാർക്ക് വരുന്ന വണ്ടി. വിൻഡ് വരില്ല. 2028 വരെ ഫുൾ പേപ്പർ. ക്ലിയർ ആണ്. ഫുൾ പേപ്പർ. റീപ്ലേസിലുള്ള ഫുൾ ഗ്യാരണ്ടി 100 ഗ്യാരണ്ടി. അതും ഗ്യാരണ്ടിയാണ്. അതെ. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഗ്ലാസ് പോയിട്ട് ബോണ്ട് പോയിട്ട് ഡോർ വാങ്ങാത്ത വണ്ടി. ഫുൾ ടയറും കാറും എല്ലാം ഉണ്ട്. എല്ലാം വർക്കിംഗ്. ഓട്ടോ 1.27 കറക്റ്റാണ്. ഓണർഷിപ്പ് സെക്കൻഡിൽ ഇപ്പൊ നമ്മുടെ പേരിൽ മൂന്നാമത്തെ ആള് നമ്മളാണ്. നമ്മൾ മാറ്റിയാലോ. ഡിസൈർ എത്ര കൊടുക്കുന്നത്? ഇത് നമുക്ക് 1,70,000 കൊടുക്കാം. വണ്ടി റീപ്ലേസിലുള്ള ഗ്യാരണ്ടി കൊടുക്കാം. വണ്ടി ഓടിക്കാനൊക്കെ ഫുൾ നീറ്റ്. 29 പേപ്പർ ഉണ്ടാവില്ല. 28 ലാസ്റ്റ് വരെ. 2008 ഗ്ലാസ് ഒക്കെ 2008 ഒരു റീപ്ലേസിലുള്ള ഗ്യാരണ്ടി. എഞ്ചിൻ വർക്കിംഗ് സ്മൂത്ത് ആണ്. എല്ലാം കൊണ്ട് ചെറിയ പാർട്ടിക്ക് ഉത്സാഹം മൈലേജ് ഉണ്ടാവും. 20 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. പാട്ടൊക്കെ വർക്കിംഗ് എല്ലാം ഉണ്ട്. ധൈര്യത്തോടെ കൊണ്ടുപോകാം. റീപ്ലേസിനെ തുരുമ്പില്ല. ഗ്യാരണ്ടി 18-20 എന്തായാലും കിട്ടുന്നുണ്ട്. 18-20 പറയാം. പറഞ്ഞു കൊടുക്കാല്ലേ. അടുത്ത വണ്ടി ചെറിയ കായ്ക്കാൾട്ട് വെള്ള കളറല്ലേ? 2012 LXi. 12 LXi മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ്. 1.10 അടുത്ത് ഓടിയിട്ടുണ്ട്. 27 വരെ പേപ്പർ ഉണ്ടാവും. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. വൈറ്റ് കളർ ആണല്ലോ ഒറ്റ കുഴപ്പമുള്ളൂ. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും കളർ മാറ്റുന്ന വൈറ്റ് കളർ എന്ന് പറയാം. സീറ്റ് കാര്യങ്ങളൊക്കെ പുതിയ മോഡൽ ടൈപ്പ് ഇഞ്ചൻ 2012 മോഡൽ ലാസ്റ്റ് വണ്ടിയാണ്. വേറെ മേജർ കാര്യങ്ങൾ ഒന്നുമില്ല. ഗ്ലാസ് കാര്യം ഒന്നും മാറിയിട്ടില്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 1.25 കൊടുക്കാം. 12 മോഡൽ LXi. 12 മോഡൽ 1.25 ലക്ഷം രൂപ. അടുത്ത പാർട്ടി നമുക്ക് അത് ലോൺ ചെയ്ത് കൊടുക്കാം. 90 രൂപ 80-90 ഉറുപ്പിനടുത്ത് എന്താ ലോൺ ക്ലിയർ ആണെങ്കിൽ ലോൺ ചെയ്യാം. 35,000 30,000 മുടക്കിലാണ്. നല്ല വണ്ടി ഉണ്ടോ? 10 മൈലേജ് കിട്ടൂലേ? 18-19 ഗ്യാരണ്ടിയാ. എന്തായാലും അൾട്ടോ ഒക്കെ പുതിയ മോഡൽ. അടുത്ത വണ്ടി വീണ്ടും അൾട്ടോ ബ്ലൂ കളറല്ലേ? 2011 LXi വണ്ടി. 11 മോഡൽ LXi വണ്ടി. 26 വരെ പേപ്പർ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. KL10 ചെറിയതായിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. വല്ല മേജർ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു പ്രശ്നങ്ങളും. ചെറിയ സ്ക്രാച്ച് അവിടെ ഇവിടെ ചെറിയായിട്ടുണ്ട്. അതിൽ വിലക്കുമ്പോ കൊടുക്കാം. ചെറിയ സ്ക്രാച്ചുകൾ. നല്ല അടിപൊളി കളറാണ്. അത് അത്യാവശ്യം കൊടുക്കാം. ₹100 കൊടുക്കാം. 11 LXi AC പവർ സ്റ്റാർക്ക് വർക്കിംഗ് വണ്ടി. ₹100 കൊടുക്കാം. 1 ലക്ഷം രൂപ കൊടുക്കാം. ഇത് 1.25 കൊടുക്കാം. ലോൺ കയറും. 75-80 ഉള്ളിലായിട്ട് അതും കയറും. നല്ല സിവിലും കാര്യങ്ങൾ പേപ്പർ ക്ലിയർ ആണ് നമുക്ക് ചെയ്ത് കൊടുക്കാം. 18 എന്തായാലും ഗ്യാരണ്ടി കിട്ടുമല്ലോ. അടുത്ത വണ്ടി ഫ്ലൂഡിക് i20 മോഡലുണ്ട്. ഇത് 2011 ലാസ്റ്റ് വണ്ടി. 12 എത്താൻ ഒരു മാസം കമ്മിണ്ട്. ലിമിറ്റഡ് ആണ് തന്നെ. ഇത് ഫുൾ ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. സൈഡ് മിറർ കാര്യങ്ങളൊക്കെ വരും. ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി. ഡാഷ്ബോർഡ് കളർ ചേഞ്ച് ഉണ്ടല്ലോ. അല്ല അത് കമ്പനി കമ്പനി തന്നെ. ലാസ്റ്റിൽ ഫുൾ ഓപ്ഷൻ ആണ്. എയർ ബാഗ് വരും. എല്ലാം വരും. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി വണ്ടിയാണ്. എത്ര ഓടിയിരുന്നാല്? ഇത് 1.60 ഓടിയിട്ടുണ്ട്. ഉള്ള ഓട്ടം കറക്റ്റ്. മൂന്നാമത്തെ ഓണറിലാണ്. ഓടിയത് വണ്ടിക്ക് ഒരു അലമ്പും കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. റീപ്ലേസ് അത്ര വണ്ടി. എല്ലാ ഭാഗം സീറ്റും കാര്യം കമ്പനി സീറ്റ് അവർ കാര്യങ്ങൾ എപ്പോഴും കറക്റ്റ് ഓട്ടം കാര്യങ്ങളാണ്. കറക്റ്റ് വണ്ടിയാണ്. കണ്ടീഷൻ കുഴപ്പമില്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 1.90 കൊടുക്കാം. 1,90,000 നല്ല വണ്ടി. ചെറിയ കായ്ക്ക്. അതെ നല്ല വണ്ടി. വയത്തോടെ കൊണ്ടുപോകാം. ലോൺ കിട്ടില്ല. ലോൺ കിട്ടും. എത്ര രൂപ? ഇതുവരെ ₹100 ലോൺ കയറും. മാക്സിമം കയറും. ഒരു 10-30 ഇറങ്ങും. ₹40 നമുക്ക് ഇറക്കി കൊടുക്കാം. പ്രൊഫൈൽ മാക്സിമം മാക്സിമം അതേമാതിരി ഡെലിവറി ചെയ്തു. കേരള ഡെലിവറി കിട്ടുമല്ലോ. ചെയ്യാം. ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും. കിട്ടും. അടുത്ത വണ്ടി ZS-ലെ 2008 മോഡല് VXi വണ്ടി. 8 മോഡൽ VXi ഫുൾ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1 ഉള്ളിൽ പോയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കാം. AC പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ ഒക്കെ വർക്കിംഗ് ആണ്. ഒറിജിനൽ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒന്നും മാറിയിട്ടില്ല. 4 വിൻഡോ വരും. 28 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. എത്ര കൊടുക്കുന്നത്? ഇത് നമുക്ക് ₹90 കൊടുക്കാം. വെറും ₹90,000. 2008 മോഡലാണ്. VXi ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഗ്യാരണ്ടി കൊടുക്കാം. 90,000 കൊടുക്കാം. ഇതൊക്കെ റെഡി കഴിക്കാം. അതൊക്കെ ചെറിയ പാടി നല്ല വൃത്തിയാണ്. ചെറിയ പാർട്ടിക്ക് മാറ്റത്തിനോട് വിലല്ലേ വരുന്നുള്ളൂ. ഇത് 18 മൈലേജ് 16-17 ആ ലെവലില് മൈലേജ് പറഞ്ഞു കൊടുക്കപ്പെട്ടുള്ളൂ. അടുത്ത വണ്ടി വീണ്ടും ചെറിയ കായ്ക്കൊരു അമ്മില 7 സീറ്റ് വണ്ടില്ലേ? 7 സീറ്റ് അല്ല 7 സീറ്റ് അല്ലേ? 7 സീറ്റ് അല്ലേ?
5 സീറ്റ് 7 സീറ്റ് അത് 7 സീറ്റ് ആണ്. സീറ്റ് ഒന്നും ഒഴിവാക്കിയാണ്. എങ്ങനെ മോഡലുണ്ട് ഇത് 2012 മോഡൽ 13 റേസർ മാർച്ച് വണ്ടി. അത് 2028 വരെ പേപ്പർ ഉണ്ടാവും. പേപ്പർ ഉണ്ട്. MPFI റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ സീറ്റും കാര്യങ്ങളും അടിപൊളി സീറ്റൊക്കെ ഉഷാറാക്കി ചെയ്തോണ്ടല്ലേ. അതെ, പുതിയ ഇൻഷുറൻസ് ഫുൾ ടയറും 2 ടയർ പുതിയതുണ്ട്. ഫ്രണ്ടിൽ ആവറേജ് 50% ഉണ്ട്. ബാക്കി പുതിയതുണ്ട്. നല്ല സീറ്റ് കവറും കാര്യങ്ങൾ ചെയ്തോ. തുരുമ്പില്ല, ഗ്യാരണ്ടി കറക്റ്റ് കാണാല്ലേ. വീഡിയോ ശരിക്കും കാണിച്ചു കൊടുത്തോണ്ട്. 13 റൈസർ വണ്ടിയാ. 13 രജിസ്ട്രേഷൻ. അതെ, പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഫുള്ള് ഒരു ഫുൾ പേപ്പർ, പുതിയ ഇൻഷുറൻസ്, പൊല്യൂഷൻ 6 മാസം പൊല്യൂഷൻ ഒക്കെ എല്ലാം ഒക്കെ എടുത്തിട്ടുണ്ട്. എത്ര ഓടിയാണിത്? ഓട്ടോ 1.12 ഓടിയുണ്ട്. ഓണർഷിപ്പ് ഇപ്പൊ 3ാമത്തിലോ 4ാമത്തേക്ക് നമ്മൾ ചിലപ്പോൾ മാറാൻ പേരിൽ മാറാൻ സാധ്യത ഉണ്ട്. ഓണർഷിപ്പ് ചേഞ്ച് ആയാലും സ്പീഡ് ആവുകൊണ്ട് ചിലപ്പോൾ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് ചോദിക്ക് 1.25 വെക്കുന്നുണ്ട്. 20 കൈ കിട്ടി നമുക്ക് കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് അടിച്ചുവിടാം. നല്ല സിവിലൊക്കെ ക്ലിയർ ഉള്ള പാർട്ടി നമുക്ക് ചില ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 1,25,000 കിട്ടി നമുക്ക് വണ്ടി പുതിയ ഇൻഷുറൻസ് അടിച്ചു കൊടുക്കാം. ഫസ്റ്റ് ക്ലാസ്സിലെ ലോൺ എന്ന പാർട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് ആയി കൊടുക്കാം. വേറെ പണി കാര്യങ്ങൾ റീപ്ലേസ് ഒന്നുമില്ല. നല്ല കണ്ടീഷൻ. MPFI എഞ്ചിനാണെങ്കിൽ പുകയെ കാര്യമൊന്നുമില്ല. പിന്നെ തുരുമ്പില്ലാനുള്ള ഗ്യാരണ്ടികൾ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് കാണുന്നില്ല. മാറ്റിച്ചാത്ത വണ്ടിയാണ്. ഇത് എത്ര മൈലേജിനും പെട്രോൾ ആകുമ്പോൾ? 16 MPFI എഞ്ചിനാകുമ്പോൾ ഫാമിലിക്ക് ഉപയോഗിക്കാം, സൈഡ്സ് ഉപയോഗിക്കാം, എല്ലാവരും പറ്റും. അതെ. അടുത്ത വണ്ടി i10. ഇത് ചെറിയ കഴിക്കല്ലേ? ഇത് 2010 വണ്ടിയാണ്. 10 മോഡൽ i10 ആണ്. 2030 വരെ പേപ്പർ ഉണ്ട്. പുതിയ ഇഷ്ടപ്പെടുത്തി 10 ദിവസമായിട്ടുള്ളൂ. ഇത് ഓപ്ഷൻ എന്നതാ? ഇത് മാഗ്ന AC പവർ സ്റ്റാക്ക് 4 ഡോർ പവർ വിൻഡോ വരും. 5 വർഷത്തെ പുതിയ പേപ്പറും അത്യാവശ്യം ടയറും കാര്യം എല്ലാ ഭാഗവും അത്യാവശ്യം വണ്ടി. ചെറിയ ഫാമിലിക്ക് നല്ല വൃത്തിയിൽ അൾട്ടോന്റെ വിലക്ക് കൊണ്ടുപോകാം. കൊടുക്കാം. കിലോമീറ്റർ ഓടിയുണ്ട് എത്ര? 1.18 ഓടിയുണ്ട്. ഓണർഷിപ്പ് 3ാമത്തെ ഞാനാണ്. അത് റിന്യൂ എടുക്കുമ്പോൾ നമ്മൾ പേരിലാക്കി എടുക്കില്ല. അപ്പൊ അങ്ങനെ റീപ്ലേസ് കാര്യങ്ങളോ? മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. വേറെ മേജർ കുഴപ്പമൊന്നും ഒരു പരിപാടി ഇല്ല. AC പവർ ഒക്കെ വർക്കിംഗ് എല്ലാം. എത്ര കൊടുക്കുന്നുണ്ട്? ഇത് നമുക്ക് 1.10 കിട്ടിയാൽ കൊടുക്കാം. 1,10,000 എന്തെങ്കിലും ചെറിയ വ്യത്യാസം. അപ്പൊ വരുന്ന പാർട്ടിക്ക് എണ്ണക്കായ്ക്ക് അതെ തെറിച്ചു പറയില്ല. 1,10,000 എന്തെങ്കിലും എണ്ണക്കായ നമുക്ക് കുറച്ച് കൊടുക്കാം. ഇതിമേ ലോണ് കയറാത്ത പ്രശ്നമല്ല. നമുക്ക് അടുത്ത സീറ്റും കാര്യം ക്ലിയർ ആണ്. ചോദിച്ചു ആൾക്കാർ വന്നോട്ടെ. നമ്മൾ ചോദിച്ചു നോക്കുക. പേപ്പറൊക്കെ 10-22 പേപ്പറത്തില്ലേ. പിന്നെ ഐറ്റനല്ലേ അൾട്ടോന്റെ 2010 അൾട്ടോ ഓർക്കണ്ടേ? ആ വിലക്കാർ കൊടുക്കാം. പെട്രോൾ മൈലേജ് കിട്ടും. 15-16 17 മാക്സിമം മൈലേജ് കിട്ടും. അടുത്ത വണ്ടി അടിപൊളി യോണില്ല, സിൽവർ കളർ. ഏറെ മോഡലുണ്ട്. ഇത് 11 മോഡൽ 12 റേസർ. 11 മോഡൽ 12 രജിസ്ട്രേഷൻ. AC പവർ സ്റ്റാരിങ്. 2 ഡോർ വിൻഡോ ഇല്ല. 2 ഡോർ വിൻഡോ ഉള്ള വണ്ടി രണ്ടെണ്ണം വേറെ ഉണ്ട്. 11 ഉണ്ട്, 12 ഉണ്ട്. അപ്പൊ നമുക്ക് വണ്ടി ഇപ്പൊ സർവീസിൽ ഇത് 11-12 റേസറാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. റീപ്ലേസ് ഒന്നും കുടുങ്ങിയിട്ടില്ല. സ്ക്രാച്ച് ഉണ്ട്. ഒറിജിനൽ ഗ്ലാസ് ഒറിജിനലാണ്, മാറ്റിയിട്ടില്ല. AC പവർ സ്റ്റാരിങ് വർക്കിംഗ്, സീറ്റ് കവർ കാര്യങ്ങള് എല്ലാം അതുണ്ട്. അതെല്ലാം ആവുന്നുണ്ട്. എത്ര ഓടിക്കണമെന്നാല്? ഇത് 90 വേണ്ടിട്ടുള്ളൂ. 80-90 അടുത്തായിട്ട് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കുന്നാല്? ഇത് നമുക്ക് മെയിൻ ക്ലാസ് മാറ്റിയിട്ടാണെങ്കിൽ 1.20 കൊടുക്കാം, അല്ലെങ്കിൽ 1.15 കൊടുക്കാം. 5 രൂപ കുറച്ച് കൊടുക്കാം. പക്ഷെ മാറുന്ന ആവശ്യമില്ല. കുറെ മുന്നേ പൊട്ടിയാണ്. കമ്പനി ക്ലാസ് ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. 1,15,000 കൊടുക്കും, 1,20,000 കൊടുക്കും. ക്ലാസ് മാറ്റിയിട്ടാണെങ്കിൽ 20 കൊടുക്കാം. ഇതിമേ ലോൺ കയറും. അടുത്ത പാർട്ടിക്കാൻ ലോൺ ബുദ്ധിമുട്ട് ചെയ്ത് കൊടുക്കാം. എന്തായാലും 10-50 രൂപ മുടക്കിലൊക്കെ വണ്ടി ഇറക്കാം. 50 ഒന്നും വേണ്ടേ. നല്ല സിവിലും കാര്യം ക്ലിയർ ആക്കി 10 രൂപ മുടക്കിൽ വണ്ടി ഇറക്കാം. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്. മാക്സിമം ലോണാണ്. ഒരു പേര് എല്ലാ എപ്പോഴും ലോൺ കൊടുക്കാം. നല്ല വണ്ടിയാണ്. എത്ര മൈലേജ്? ഇതൊക്കെ 18 മൈലേജ് കിട്ടും. മൈലേജ് കിട്ടും. നല്ല സ്മൂത്ത് വർക്കിംഗ് എഞ്ചിനാണ്. ഇപ്പൊ ആകെ റീപ്ലേസ് ഇതാണ്. ഈ ഗ്ലാസ് മാറ്റി കൊടുക്കാം. എങ്ങനെ ചെയ്ത് കൊടുക്കും. അതെ. അടുത്ത വണ്ടി ഇൻഡിക്ക. ഇതാണ് 2005 മോഡൽ. 5 മോഡൽ. ഇതാണ് ഒറിജിനൽ ഇൻഡിക്ക. അതാണ് ഒറിജിനൽ ഇൻഡിക്ക. 5 മോഡൽ എത്ര പേപ്പർ ഉണ്ട്? 2030 വരെ പേപ്പർ ഉണ്ട്. പുതിയ പേപ്പർ എടുത്ത വിലക്ക് വണ്ടി കൊടുക്കാം. പേപ്പറിന്റെ കാര്യമാണ് ഇൻഡിക്ക വണ്ടിയാണ്. കണ്ടോ? പിന്നെ ഒരു ഗ്ലാസ് വരെ മാറിയിട്ടില്ല. ഗ്ലാസ് മാറിയിട്ടില്ല. തുരുമ്പുള്ള ഗ്യാരണ്ടി കൊടുക്കാം. ഒരു ഉള്ളം നോക്കിക്കഴിഞ്ഞാൽ തുരുമ്പില്ല കാണാം. 2005 മോഡൽ 2030 വരെ പേപ്പറുള്ള വണ്ടി. ഇൻഷുറൻസ് കാര്യക്ക് 26 വരെ അതുകൊണ്ട് പേപ്പറുണ്ട്.
ഓട്ടൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പഴയ വണ്ടി ആയതുകൊണ്ടല്ലേ? എന്തായാലും ഒന്നിന്റെ മുകളിലൊക്കെ ഉണ്ടാവും. എന്തായാലും ഇപ്പൊ തട്ടിമുട്ടും കാര്യം കൂടി കേറന്നിട്ടില്ല. അതാണ് പറഞ്ഞത്. ഓൺസിപ്പ് 3 2 3 ഒക്കെ ആയിട്ടുണ്ട്. അതുമായിട്ടുണ്ട്. എത്ര കൊടുക്കുന്നത്? പാലക്കാടൻ വണ്ടിയാണ്, തുരുമ്പില്ലാതെ ഗ്യാരണ്ടിയാ. പാലക്കാട് പറയാമത്തുള്ള വകുപ്പില്ല, ചെറിയ കായ്ക്ക് കൊടുക്കുകയാണ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 42 റുപ്യ കൊടുക്കാം. അത്രേ ഉള്ളൂ. 20 റുപ്യ പേപ്പർ എടുത്ത വണ്ടി അപ്പൊ 20,000 റുപ്യ. അത് പുത്തൻ ബാറ്ററി, പുത്തൻ ബാറ്ററി 6000 പുറത്ത് വാങ്ങിച്ച ബാറ്ററിയിലുണ്ട്. അപ്പൊ അതവിടെ 42 റുപ്യക്ക് പൊളിച്ചാൻ കൊടുത്താൽ 30 റുപ്യ ഇട്ടുണ്ട്. പേപ്പർ എടുത്ത പൈസ ബാറ്റിന്റെ പൈസ കിട്ടും. ചെറിയ പാർട്ടിക്ക് ഉസാര കൊണ്ടിടക്കാം, അതിന്റെ വിലയുള്ളൂ. ആ പൈസ കൊടുക്കാം. 42,000 റുപ്യ കൈ കിട്ടിയ കൊടുക്കുക. അതിൽ മിഞ്ച് വാങ്ങിയൊന്നുമില്ല. 42 റുപ്യ വെറും 42,000. ഇന്ത്യക്ക് 2005 മുതൽ 30 പേപ്പറിലുണ്ട്. വെറും 42,000. 42,000 റുപ്യക്കുള്ള അടിപൊളി ഇന്ത്യക്ക് 30 പേപ്പറിലുണ്ട്. പഠിക്കാനും പറ്റും. ചെറിയ ഫാമിലിക്ക് എന്തിനും കൊണ്ടിടക്കാം. എന്തിനും കുറച്ച് കച്ചവടം ചെയ്തൊരു വണ്ടിയാണ്. അങ്ങനെ പറ്റുമല്ലേ? ഇത് എത്ര മൈലേജ് കിട്ടും? ഇതൊക്കെ 18 ഗ്യാരണ്ടിയാ. മോഡൽ പറയും 18 നമുക്ക് പറഞ്ഞെടുത്താൽ മതി. അതല്ലേ? അതിന്റെ വിലക്കില്ല മോഡൽ മായതിനോട് വില വരുന്നില്ലല്ലോ. 30 പേപ്പറല്ലേ? ചെറിയ കായ്ക്ക് ചെറിയ ഓഫർ പൈസ റിപ്പോർട്ട് എല്ലാ ഓഫറുകളും കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലിനെ കാണുന്ന മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമുക്ക് അടുത്തല്ല അടിപൊളി വീഡിയോ ആയി കാണാം.